ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ അതാ ഇന്ന് അത്തൊന്നൊക്കെ ആയിട്ട് ഒന്ന് അമ്പലത്തിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നത്തെ പൂവ് ഞാനിടാന്നാണേ പറഞ്ഞത്. അപ്പോൾ ഇത് രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. കുറച്ച് മഴക്കാറും നല്ല വെയിലും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നേ. അങ്ങനെ പിന്നെ നമ്മുടെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോവുക എന്തെങ്കിലും കുട്ടി കുട്ടി പണി എടുത്തു കൊടുക്കാനാണ്. അത് ഞാൻ ഏറ്റെടുക്കാത്ത, എനിക്ക് തരാത്തൊരു പണിയായിരുന്നു കേട്ടോ ഈ ചപ്പാത്തി പരത്തലൊക്കെ. ഇത് ഞാൻ ഏറ്റെടുത്താലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പരത്തി പരത്തി അത് പല ഭൂപടങ്ങളുമായിട്ട് മാറും. ഇപ്പം ഞാൻ അത് ശീലിച്ചിട്ട് ഏകദേശം ഒരു റൗണ്ടിലൊക്കെ ഞാൻ പരത്തിയെടുക്കാറുണ്ട്. അപ്പോൾ പിന്നെ അതേ ഇന്നത്തെ പണി ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ അമ്മ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വേഗം പോയിട്ട് കുളിച്ചു വന്നു. നമ്മൾ അമ്പലത്തിലൊക്കെ പോകണമെന്ന് വിചാരിച്ച ആളല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു പോകുന്നതിന് മുന്നേ ആദ്യം പൂക്കളൊക്കെ ഒന്ന് ഇട്ട് വെക്കാമെന്ന്. അപ്പോഴത്തേക്ക് ഏകദേശം ഒരു 8 മണീൻ്റെ അടുത്ത് ആവാനായിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഞാനും അനിയനും കൂടെ ഏറ്റവും കൂടുതൽ അടി കൂടുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പൂക്കളം ഇടുന്നതിനെ കുറിച്ചിട്ടായിരിക്കും കേട്ടോ. 10 ദിവസം ആരൊക്കെ പൂക്കളം ഇടും എന്നുള്ള ചർച്ചയിൽ നമ്മൾ പലപ്പോഴും അടിയാവാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ആർക്കും പൂക്കളം ഇടണം അങ്ങനത്തെ നിർബന്ധം കാര്യങ്ങളൊന്നുമില്ല. വേണ്ടവർക്ക് ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ഛമ്മ ഇട്ടോളും. അങ്ങനെ ഇതാ നേരെ നമ്മുടെ അനിയത്തിക്കുട്ടീനെയും കൂട്ടിയിട്ട് അമ്പലത്തിലൊക്കെ ഒന്ന് പോയി. അമ്പലത്തിൽ ഇന്ന് പോയപ്പോൾ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. അവിടെ പൂക്കൾ കാര്യങ്ങളൊക്കെ ഇതാക്കുന്നുണ്ട്, എല്ലായിടത്തും പൂക്കളം കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ലൊരു വൈബ് ഉണ്ടായിരുന്നേ. പിന്നെ ഇതാ ഈ പൂവാണ് നമ്മുടെ പണ്ടത്തെ മെയിൻ പൂക്കളത്തിൽ വരുന്ന ആള്, കിരീടപ്പൂവ്. ഇപ്പം അധികം കാണാനില്ല, കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. ഇങ്ങനെ ഇതാ അമ്പലത്തിൽ പോക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. കുളിയും പൂവിടലും അമ്പലത്തിൽ പോക്കൊക്കെ കഴിഞ്ഞ് എത്തിയോണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ പരത്തി വെച്ച ചപ്പാത്തി ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് അമ്മ ചുട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ ബാക്കി വന്നത് ഞാനും കൂടെ റെഡിയാക്കി. എന്നിട്ട് ബാക്കി വന്ന 2-3 ചപ്പാത്തി ഒട്ടി പോയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇതേപോലെ കലാവിരുദ്ധൊക്കെ കാട്ടിക്കളിച്ചു. എന്നിട്ട് ഇതാ ചായ കുടിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ ഇടണം. അതുവരേക്കും ടാറ്റാ.